ഇസിഡാറും അതുപോലെ അതിൻ്റെ 2 വേരിയൻ്റ് ഉണ്ട്. ഒന്ന് റേ ഇസിഡാറിൻ്റെ ഇതും പിന്നെ അതുപോലെ തന്നെ ഉള്ളത് സ്ട്രീറ്റ് റാലി എന്നുള്ള വേരിയൻ്റാണ്. അതിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വന്നപ്പോൾ തന്നെ ഒരു ബ്രോഷർ തന്നിട്ടുണ്ട്. ആ ബ്രോഷറിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കളേഴ്സും വേരിയൻ്റൊക്കെ ഞാൻ ഓരോന്ന് പറയാനായിരിക്കും. ഇതിൽ വരുന്ന ഏതാണെന്ന് വെച്ചാൽ റേ ഇസിഡാർ 125cc ഉണ്ട്. അതായത് മുന്നിൽ ഇറന്നിട്ടുള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 അല്ലെങ്കിൽ 113 cc ആയിരുന്നു BS4 വേരിയൻറ്റിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ BS6 വന്നപ്പോൾ അത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയി, അതുപോലെ തന്നെ 125cc ആക്കി മാറ്റിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമില്ല, നമ്മുടെ ഫാസ്റ്റിനോടെ സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് ഇതിനകത്തുള്ളത്. ആ എഞ്ചിനൊക്കെ സെയിം ഇത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 വേർഷനായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഡ്രമ്മിൻ്റെ ഇതുണ്ട്, പിന്നെ അതൊരു ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഇപ്പോൾ 2 വേരിയൻ്റ് ആയിട്ടാണ് വാഹനം വന്നിട്ടുള്ളത്. ഇതാണ് ആദ്യത്തെ വേരിയൻറ്റ്, അതായത് സ്ട്രീറ്റ് റാലി എന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേ ഇസിഡാർ 125. ഇതിൻ്റെ 2 കളർ റേഞ്ചും ഉണ്ട്. ഇതിൽ 2 ഇതിനകത്തും വരുന്നതെന്ന് വെച്ചാൽ ഈ റേ ഇസിഡാർ 125 FI അതിൽ ഇഞ്ചക്ഷനുള്ള ഇതിൽ ഡിസ്കും ഡ്രമ്മും ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്കിൻ്റെ ഇത് മാത്രമുള്ളതുണ്ട്. പിന്നെ 125cc ഇതിൽ FI എഞ്ചിനായിട്ടുള്ളത്. അതിൽ സ്ട്രീറ്റ് റാലിക്കും ഇതുപോലെ തന്നെ സ്ട്രീറ്റ് റാലിക്ക് വന്നത് ഡിസ്ക് ബ്രേക്ക് മാത്രമേ ഉള്ളൂ, അതായത് അതിന് ഡ്രമ്മില്ല. അങ്ങനത്തെ ഒരു ഫീച്ചറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് ഓരോ ഇത് വണ്ടിയുടെ ഇതായിട്ട് കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ വേറെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിന് മറ്റേ ഫാസ്റ്റിനോട് കൊടുത്തിട്ടുള്ള പോലെ തന്നെ ഇതിൽ സൈഡ് സ്റ്റാൻഡിൻ്റെ ഒരു പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് പിന്നെ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് സിസ്റ്റം എന്നുള്ള ഇത്, പിന്നെ അതുപോലെ തന്നെ സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ എന്നുള്ള ഇത്, പിന്നെ ആ ഒരു ഫീച്ചേഴ്സൊക്കെ BS6 വേർഷൻ വന്നപ്പോൾ വന്നിട്ടുണ്ട്. ഇതിൽ ആ ഒരു പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡിജിറ്റൽ ഇതാണ്. നമ്മുടെ സ്ട്രീറ്റ് റാലി എന്നുള്ളത് ടോപ്പ് വേരിയൻറ്റിൽ ഇന്നത്തെ വരുമ്പോൾ ആനലോഗ് വന്നത് ഒരു മീറ്റർ കൺസോൾ വരെ ഡിജിറ്റലാണ്. പിന്നെ മറ്റേ ഇതിനകത്ത് വരുമ്പോൾ അത് ആനലോഗാണ്. ഡ്രം ബ്രേക്കിന് ഇതിനകത്ത് ആനലോഗിൻ്റെ സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ ഇനി ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് വണ്ടി കണ്ടിട്ട് സംസാരിക്കാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡിസൈനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കാനുള്ളത്. അതായത് BS4 വന്നപ്പോൾ BS6 വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളതെന്ന് അറിയാം. മെയിനായിട്ട് ഈ സ്പോർട്ടി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ലുക്ക് നന്നായിട്ട് മാറ്റി വന്നിട്ടുണ്ട് BS6 വന്നപ്പോൾ. നമുക്ക് വണ്ടി ടോട്ടലി ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ തോന്നാം. ഫ്രണ്ട് ഭാഗത്ത് വരുമ്പോൾ ഈ ഒരു ഫിനിഷോട് കൂടി കൊടുത്തിട്ടുള്ളത്, അതായത് ഒരു വിൻസ്ക്രീൻ പോലത്തെ ഒരു ഇത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ബൈക്കിനൊക്കെ കണ്ടുവരുന്ന ഒരു ഷീൽഡ് പോലെയാണ് വന്നിട്ടുള്ളത്. അത് BS4 വന്നപ്പോൾ ഈ ഒരു ഇതുണ്ടായിരുന്നില്ല. BS6 വന്നപ്പോൾ അത് പുതിയൊരു ചേഞ്ച് ആയിട്ട് വന്നതാണ്. അത് ഇവിടെ ഒരു ബ്ലൂ കോർ എന്നുള്ള സ്റ്റിക്കറും ഉണ്ട്. പിന്നെ അതിനൊരു ലൈറ്റും ഇതൊരു LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു യമഹ എന്നുള്ള ഒരു വൈറ്റ് ഷേപ്പിലുള്ള ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് LED ആണ്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ മറ്റേ മുമ്പ് കണ്ടിട്ടുള്ള ആ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഒരു സിംഗിൾ കളർ അല്ലെങ്കിൽ ഡ്യുവൽ കളറിൻ്റെ ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇതിൽ ഇപ്പോൾ BS6 വന്നപ്പോൾ സൈഡിനോട് ചേർന്നുള്ള ഒരു ഭംഗിയുള്ളൊരു ഇൻഡിക്കേറ്ററാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഒരു ഒഴുകി നടക്കുന്ന ഒരു ടൈപ്പ് യെല്ലോ കളർ, അതായത് ഈ വാഹനത്തിൻ്റെ കളർ വരുന്നത് റെഡിഷ് യെല്ലോ കോക്ടെയിൽ എന്നാണ് ഈ യെല്ലോ കളറിന് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അതിന് ഫ്രണ്ടിൽ തന്നെ ആ ഒരു ലുക്കിൽ വരാൻ വേണ്ടിയിട്ട് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷോട് കൂടി ഒരു ഫ്രണ്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ അങ്ങനത്തെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു ലൈനും ഇതൊക്കെ ആയിട്ട് പോയിട്ട് നല്ലൊരു ലുക്ക് ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അതും സൈഡിൽ ഇതായിട്ട് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. യമഹ എന്നുള്ള 2 സ്റ്റിക്കർ 2 സൈഡിലും വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി താഴത്തേക്ക് വരുന്ന സമയത്ത് താഴത്തേക്ക് വരുമ്പോൾ ഈ വാഹനത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ മുമ്പത്തെ വേർഷനാണ്, അതായത് BS4-നെക്കാളും നല്ലൊരു ചേഞ്ചാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഡിസൈൻ ഒരു കർവി ടൈപ്പ് ഡിസൈനാണ്. ഒരു ഹെഡ് ലാമ്പ് ഇവിടെ വന്നിട്ടുള്ളത്. ഹെഡ് ലൈറ്റിന് ഒരു കർവ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇതിലും. അതുപോലെ തന്നെ ഇതിൻ്റെ ബൾബ് വരുന്നത് LED അല്ല, ഇതൊരു ഹാലോജൻ ടൈപ്പാണ് ബൾബ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ വരുന്ന സമയത്ത് ഇത് LED ആണ്. അതായത് ആ ഒരു നൈറ്റിനൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ നമുക്ക് നൈറ്റ് അല്ലെങ്കിൽ ഇതിൽ പോകുമ്പോൾ നല്ലൊരു സ്പോർട്ടി ഫീലിംഗ് കൊടുത്തിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഹാലോജൻ വരുന്നില്ല, അതിൻ്റെ കൂടെ തന്നെ ഇവരൊരു V ഷേപ്പിനായിട്ടുള്ളൊരു സ്കേർട്ടിങ് പോലെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് തന്നെ ഇവിടെ റേ ഇസിഡാറിനൊരു ചെറിയൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് ഇതായിട്ട് വരുമ്പോഴും ആ ഒരു ഫിനിഷോട് കൂടിയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ വണ്ടി മുഴുവനായിട്ട് മെറ്റലല്ല വരുന്നത്, ഫൈബറാണ്.
അതായത് നമ്മൾ ഫാഷനോളിലൊക്കെ കണ്ട പോലെ ആ ഒരു മെറ്റൽ ഫെൻഡർ എന്നുള്ള ഇതല്ല, ഇതിന് പകരം ഫൈബറാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ടയർ സാധാ ടൈപ്പ് ടയറാണ് ഈ ഒരു ZR 125 എന്നുള്ള വേരിയൻറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ഡിസ്കിൻ്റെ ഡിസ്ക് കൊണ്ട് അതുപോലെ തന്നെ ഡ്രമ്മിൻ്റെ ഇത് വരുമ്പോഴും ഈ ഒരു സൈഡിലേക്ക് ഇത് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഫിനിഷോടെയും കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു അലോയ് ടൈപ്പ് ഇതാണ് ഈ വാഹനത്തിന് വന്നത്. പിന്നെ വേറൊരു ഇത് പറയാന്ന് വെച്ചാൽ മഡ് ഗാർഡിൻ്റെ ആ ഒരു ഇത് അതും മാറ്റ് ഫിനിഷോട് കൂടിയാണ്. അതും അതിലൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് UBS എന്ന് വെച്ചാൽ യൂണിഫൈഡ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ നമുക്ക് ഇനി ഈ വാഹനത്തിൻ്റെ സൈഡിനെ കുറിച്ച് നോക്കാം. സൈഡിലും ആ ഒരു ഡിസൈൻ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സ്പെക്യുലർ ഡിസൈനാണ് വന്നിട്ടുള്ളത്. അതും ഈ ഒരു കളറിന് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഡാർക്ക് മാറ്റ് ബ്ലൂ എന്നുള്ളൊരു കളറാണ് ഈ വാഹനത്തിന് വരുന്നത്. ഒരു മാറ്റ് ഫിനിഷോട് കൂടിയാണ്. അതുപോലെ തന്നെ അത് ഇവിടെ ഒരു മാറ്റിൻ്റെ ഒരു ഫിനിഷ് ഇവിടെയും വരുന്നുണ്ട്. അതൊരു സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള വേറൊരു പാർട്ട് എടുത്ത് വെച്ചേക്കണ ഒരു ലുക്കിൽ വേണ്ടിയിട്ട് ഒരു സ്പോർട്ടി ഫീലിങ്ങിലുള്ള വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട് വന്നത്. അവിടെ നിന്ന് ഒരു സ്റ്റിക്കർ അല്ല ഒരു എംബ്ലം വന്നിട്ടുണ്ട്. എംബ്രയുടെ ഒരു എംബ്ലം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇതും ഇതിന് കംപ്ലീറ്റ് ഒരു ഡ്യുവൽ ടോൺ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഏതൊരു കളർ വാഹനമായാലും ശരി, നമുക്ക് ഇപ്പോൾ BS6 വന്നപ്പോൾ ഡ്യുവൽ ടോൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ ഈ ഒരു ഫിനിഷ് ഈ ഒരു ബൂമറാങ് ഷേപ്പുള്ള ഒരു ഫിനിഷ് വന്നിട്ടുണ്ട്. ഈ ഒരു ഫിനിഷ് നല്ലോണം എടുത്ത് കാണിക്കേണ്ടതാണ്. പിന്നെ അകത്തേക്ക് വരുന്ന സമയത്തും മറ്റുള്ള വാഹനത്തിന് പോലെയല്ല, ഇതിന് ലെഗ് റൂം കുറച്ച് കുറവാണ്. അത് നമ്മളിപ്പോൾ ഒരു ആക്റ്റീവ് അല്ലെങ്കിൽ ഒരു ആക്സസ് 125 എന്നൊക്കെ പറഞ്ഞ ഒരു ഇതുപോലത്തെ ലെഗ് റൂം ഇതിന് വരുന്നില്ല. അതിന് കുറച്ച് സ്പേസ് പോരായ്മയായിട്ട് തോന്നി. എന്നാലും നമ്മൾ സ്പോർട്ടി ഫീലിംഗ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് ആയിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മീറ്റർ കൺസോളിൻ്റെ ഇതാണ്. മീറ്റർ കൺസോൾ വരുന്നത് ഇത് ഡിജിറ്റൽ ടൈപ്പ്, ഇതല്ല അനലോഗ് ടൈപ്പ് ആ ഒരു ഇതാണ് വരിക. എന്നിട്ട് ഇതിൻ്റെ മീറ്റർ കൺസോളിൽ ഇതുണ്ട്. അതും ഫ്രണ്ടിൽ തന്നെ അതെ ഹൈ ബീം ലോ ബീമിൻ്റെ സ്വിച്ച് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് മറ്റേ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് വരും, ഹോണിൻ്റെ സ്വിച്ച് വരും. ഇവിടെ നമ്മൾ എഞ്ചിൻ ഓഫും ഓണിൻ്റെ ഒരു സ്വിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹോണിൻ്റെ സ്വിച്ച്. പിന്നെ പണ്ടത്തെ ടൈപ്പ്, അതായത് ഏതൊരു വാഹനം ഫോളോ ചെയ്ത് പോകുന്ന ഒരു മിറർ ബൈക്കിലൊക്കെ വരുന്ന അതേ ടൈപ്പ് മിററാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. പിന്നെ വേറെ ഒരു സ്പോർട്ടി ഫീലും കൂടെ ഒരു ചെറിയൊരു ഹാൻഡിലാണ് ഈ വാഹനത്തിന് വരുന്നത്. ഇത് പിന്നെ ഇതിൻ്റെ അടുത്ത ഇത് പറയാനുള്ള വെച്ചാൽ ഈ ഒരു ഫീച്ചറാണ്. ഇവിടെ സംഗതി ഫ്രണ്ടിൽ വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൊരു കവറോ അല്ലെങ്കിൽ ഒരു ബാഗോ എന്തെങ്കിലും ഒരു ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയോട് ചേർന്നിട്ടുള്ളൊരു ഹുക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഉപയോഗം കഴിഞ്ഞാൽ ഇങ്ങനെ മടക്കി വെക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കൊടുത്തിട്ടുള്ള ഈ ഒരു കീൻ്റെ ഇതാണ്. ഈ കീ എന്ന് പറഞ്ഞാൽ ഡബിൾ പർപ്പസാണുള്ളത്. ഒന്നാമത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ ഇതും, പിന്നെ അതുപോലെ ഇത് റൈറ്റിലേക്ക് ഇത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് തുറക്കാം. സീറ്റ് തുറന്നിട്ടുള്ള ഇതാണ്. സീറ്റ് തുറക്കുമ്പോൾ ഇതിൽ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫുൾ കവേർഡ് ഹെൽമെറ്റ് ഈ ഒരു വാഹനത്തിന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് അടയ്ക്കാൻ പറ്റില്ല. ആ ഒരു ഇതുണ്ട്. കാരണം ഇതിൻ്റെ അകത്തൊരു ഇത് വന്നിട്ടുണ്ട്. ഒരു അത്യാവശ്യം വേണ്ട ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിനുള്ളത്. അതായത് 21 ലിറ്റേഴ്സാണ് സീറ്റിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതിൽ തന്നെ നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ചെറിയ കിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്ഷണലായിട്ടുള്ള ഒരു വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ആക്സസറിൻ്റെ ഇത് വരുന്നത്. ഇതിപ്പോൾ ഈ വാഹനത്തിന് വച്ചിട്ടില്ല. പിന്നെ വേറൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്സസ് 125 അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ ഇപ്പോൾ BS6 ഇറങ്ങിയ വാഹനത്തിനൊക്കെ പോലെ അല്ല ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് ഇത് വരുന്നത്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 5.2 ലിറ്ററാണ്. അത് നമ്മൾ അതിൻ്റെ ലിഡ് ഈ സീറ്റിൻ്റെ അടിയിലാണ് വരുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ സാധാരണ പോലെ ഫ്യൂൽ അടിക്കാനുള്ളത്. പിന്നെ ഈ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ സീറ്റ്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫുൾ കവേർഡ് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സീറ്റ് കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഹാഫ് ഹെൽമെറ്റ് മാത്രമേ ഇതിനകത്ത് വയ്ക്കാൻ നമുക്ക് പറ്റുള്ളൂ. പിന്നെ അത്യാവശ്യം വേണ്ട എന്തെങ്കിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇതിനകത്ത് വയ്ക്കാം. അപ്പോൾ വല്ല ഫയലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് വയ്ക്കാവുന്നതാണ്. പിന്നെ അടുത്ത പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലേക്കുള്ളതാണ്. സൈഡിൽ വരുമ്പോൾ ഒരു ബൾജ് ചെയ്തിരുന്ന ടൈപ്പ് ഡിസൈനാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. അതും ഇവിടെ ഒരു സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ട്. ZR എന്നൊരു സ്റ്റിക്കർ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഗ്രാഫിക്സ് ആണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇറങ്ങണ BS4 എന്നുള്ള ആ ഒരു വെർഷന്
110 അല്ലെങ്കിൽ 113 CC ആയിരുന്നു. ഇപ്പോൾ BS6 വന്നപ്പോൾ 125 CC ആക്കിയിട്ടുണ്ട്. അത് FI അല്ലെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്നുള്ളൊരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാഡ്ജിങ്, അതായത് 125 CC ആക്കിയെന്നുള്ളതിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊണ്ടുണ്ട്. 125 എൻജിൻ ഡിസ്പ്ലേസ്മെൻറ്റ് സോളിഡ് ഗിയർ എന്നുള്ളൊരു സ്റ്റിക്കറും വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്രാഫിക്കോട് കൂടിയാണ് അത് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് മാറ്റ് ഫിനിഷോട് കൂടിയ ഒരു ഫിനിഷിംഗ് ഈ ഒരു സൈഡിലും വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിനുള്ളത്. ഇപ്പോൾ ഈ ഒരു 125 എന്നുള്ള ZR എന്നുള്ള ആ ഒരു വേർഷൻ, ഈ ഒരു കളർ എല്ലാ വാഹനത്തിനും ഈ ബ്ലാക്ക് ഫിനിഷ് വരും. ഇവിടെ ഈ ഒരു കളർ എല്ലാത്തിനും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അടുത്ത ഇത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 110 അല്ലെങ്കിൽ 113 CC ആയിരുന്നു BS4 വരുന്നത്. ഇതിൽ BS6 വന്നപ്പോൾ 125 വന്നപ്പോൾ എഞ്ചിൻ്റെ ഇതും വ്യത്യാസം വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫാസിനോൾ, ഇപ്പോഴുള്ള ഫാസിനോൾ വന്ന അതേ എഞ്ചിൻ തന്നെയാണ് ഇതിനകത്തും കൊടുത്തിട്ടുള്ളത്. ആകെ സ്പോർട്ടി ലുക്ക് വരാനായിട്ട് ലുക്ക് കംപ്ലീറ്റ് ഒന്ന് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. വാഹനത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഫാസിനോളിലുള്ള പോലെ തന്നെയാണ്. പിന്നെ അതാ ഒരു സൈഡിൽ വരുമ്പോൾ നല്ലൊരു ഫുട്രസ്റ്റ് വന്നിട്ടുണ്ട് ബാക്കിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. പിന്നെ വേറൊരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, BS6 വന്നപ്പോൾ ഒരു എക്സോസ്റ്റ് കുറച്ചുകൂടി ബൾജ് ചെയ്ത ടൈപ്പാണ്. അതിനൊരു പ്രത്യേകിച്ച് ഒരു യമഹ രീതിയിട്ട് കവറിങ്ങും വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റിങ്ങിൻ്റെയാണ്. സീറ്റിംഗ് പറഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേർക്കും നല്ല സുഖമായിട്ട് ഇരുന്നാൻ വാങ്ങിയൊരു സീറ്റാണ്. എന്ന് പറഞ്ഞാൽ നല്ലൊരു കംഫർട്ട് തരുന്ന ഒരു കുഷ്യനാണ് ഈ വാഹനത്തിനുള്ളത്. അതും സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ്. ഇപ്പോൾ ഫ്രണ്ടിലിരിക്കുന്നവർക്കായാലും ശരി, ബാക്കിലിരിക്കുന്നവർ നല്ലൊരു കുഷ്യൻ, ഒരു കംഫർട്ട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സീറ്റിംഗ് ആണ് ഇത് വരുന്നത്. പിന്നെ നേരത്തെ ഈ റേ എന്നുള്ള വാഹനത്തിന്, അതായത് ബാക്കിലെ ഗ്രാബ് റെയിൽ കുറച്ച് വീതി കൂടുതലായിരുന്നു. അതിൽ കുറച്ചും കൂടി ഇത്ര വരെ അങ്ങോട്ടൊരു വീതി വരും, കൂടുതലുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ BS6 വന്നപ്പോൾ അതിനും ചേഞ്ച് വന്നിട്ടുണ്ട്. BS6 വന്നപ്പോൾ ഈ ഒരു മാറ്റ് ഫിനിഷോട് കൂടി ശരിക്കും ഒരു ആൾക്ക്, ബാക്കിലിരിക്കുന്ന ആൾക്ക് ഇങ്ങനെ കംഫർട്ടായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റിയ രീതിയിലാണ് ആ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അതും ഒരു സ്പോർട്ടി ലുക്കിലാണ് വന്നത്. അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു കളറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യെല്ലോ കോക്ടെയിൽ എന്നുള്ള ഈ ഒരു കളർ. അതും ഈ ഒരു രീതിയിൽ നല്ലൊരു ഡിസൈനും കാര്യങ്ങളാണ്, നല്ലൊരു ഫിനിഷിംഗ് മോഡലുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ അടുത്ത വേരിയൻറ്റ് അല്ലെങ്കിൽ അടുത്ത വെർഷനായിട്ടുള്ള സ്ട്രീറ്റ് റാലി എന്നുള്ള വെർഷൻ കാണാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സ്ട്രീറ്റ് റാലി എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വേരിയൻറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് സ്ട്രീറ്റ് റാലി എന്നുള്ള ആ ഒരു വാഹനം കണ്ടത്. ഇതിൻ്റെ നേരത്തെ കണ്ട പോലത്തെ വാഹനത്തിൻ്റെ പോലെ തന്നെ ആ ഒരു ഫ്രണ്ടേജ് തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. ആ ഒരു കവറിങ്ങോടെ ഒരു വിൻഷീൽഡ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ ഒരു LED ലാമ്പിനോട് കൂടി, LED ലൈറ്റോട് കൂടി വന്നിട്ടുള്ള ആ ഒരു വൈ എന്നുള്ള യമഹയുടെ ആ ഒരു ലോഗോ പോലെ വൈ എന്നുള്ള ഷേപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്യുവൽ ടോണാണ് ഈ കളറും വരുന്നത്. അതും നല്ലൊരു സ്പോർട്ടി ഫീലിങ്ങോട് കൂടിയുള്ള ഒരു വേരിയൻ്റാണ്. ഇപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് റാലി എന്നുള്ള വേരിയൻറ്റിന് 2 കളേഴ്സാണ് വന്നിട്ടുള്ളത്. ഒന്ന് സ്പാർക്കിൾ ഗ്രീൻ എന്നുള്ള കളറും, പിന്നെ അതുപോലെ തന്നെ അടുത്ത വേരിയൻറ്റ്, അതായത് ഈ വാഹനത്തിൻ്റെ കളർ കമ്പനി കൊടുത്തിട്ടുള്ളത് പർപ്പിളിഷ് ബ്ലൂ മെറ്റാലിക് എന്നാണ് ഈ ഒരു കളർ. അതുപോലെ തന്നെ വ്യത്യാസം എന്ന് വെച്ചാൽ, സാധാരണ ആ ഒരു 125-നെക്കാളും ഇതിൽ വന്ന വ്യത്യാസം ചേഞ്ചസ് ഉള്ളത്, ഒന്ന് ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഹാൻഡിൽ ബാറാണ്. ഈ ഹാൻഡിലിൻ്റെ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു കവറിങ് അല്ലെങ്കിൽ ഒരു ഗാർഡ്, ഇതാണ് ഈ സ്ട്രീറ്റ് റാലിക്ക് വരുന്ന വ്യത്യാസം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടയറാണ്. ഞാൻ ആദ്യമേ കാണിച്ചു തന്നാണ്, ഈ ഒരു ടയർ ആണ് വ്യത്യാസം വരുന്നത്. പിന്നെ അതും തികച്ചും ഒരു സ്പോർട്ടി ലുക്കോട് കൂടിയാണ് ഈ വാഹനം വരുന്നത്. പിന്നെ സൈഡിലായിട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പർപ്പിളിഷ് ബ്ലൂ എന്നുള്ള മെറ്റാലിക് എന്നുള്ള ഒരു കളറാണ് വരുന്നത്. അത് നേരത്തെ 125 ZR കണ്ടത് ഈ ഒരു സ്ഥാനത്ത് വരുന്ന ബ്ലാക്ക് മാറ്റ് ബ്ലാക്ക് എന്നുള്ള രീതിയാണ്. ZR മാറ്റ് ബ്ലാക്ക് എന്നുള്ള രീതിയാണെങ്കിൽ ഇപ്പുറത്ത് വരുന്ന ഈ ഒരു വാഹനത്തിന്, അതായത് സ്ട്രീറ്റ് റാലി എന്നുള്ള വേരിയൻറ്റ് വരുമ്പോൾ അതൊരു സിൽവർ കോട്ടിങ്ങോട് അല്ലെങ്കിൽ മെറ്റാലിക് ഫിനിഷോടുകൂടിയാണ് വരുന്നത്. അതും ഇവിടെ സൈഡിൽ യമഹ എന്നുള്ളൊരു ബാച്ചിങ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഇതിൽ വരുമ്പോൾ ഈ ഒരു താഴത്തെ ഡിസൈൻ, താഴത്തെ ഇവിടെയായിരുന്നു ഈ ഒരു യമഹയുടെ എംബ്ലം വന്നിട്ടുള്ളത്. ZRൻ്റെ താഴത്തെ ഇവിടെയാണ് വരുന്നത്. നമ്മുടെ ഇപ്പുറത്തെ വേരിയൻറ്റ് വരുമ്പോൾ സ്ട്രീറ്റ് റാലിയിലുള്ള ഒരു വേരിയൻറ്റിന് ഈ ഭാഗത്താണ് യമഹയുടെ എംബ്ലം വന്നിട്ടുള്ളത്, താഴത്തെ സ്റ്റിക്കറിൻ്റെ ഇത്. പിന്നെ ഇതിലും അതുപോലെ തന്നെ UBS, നേരത്തെ പറഞ്ഞ പോലെ UBS എന്നുള്ളത് യൂണിഫൈഡ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നുള്ള ആ ഒരു BS6 വന്നപ്പോൾ അങ്ങനെ ഒരു വേരിയൻറ്റ് വന്നിട്ട് ആ ഇത് ഫീച്ചറും വന്നിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് ഇതായിട്ട് വരുമ്പോൾ
നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ ഒരു മാൻ ഫിനിഷോട് കൂടിയുള്ള ഒരു ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ റെയിൽ ഇതൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിലും ആ ഒരു രീതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിനും ഇതേപോലെ തന്നെ ഒരു ഹുക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതെ അത്യാവശ്യം ലെഗ് റൂം ഈ വാഹനത്തിനുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സിലിണ്ടറോ അല്ലെങ്കിൽ ഒരു സാധനങ്ങളൊക്കെ വെച്ച് പോകാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടും അത് ഇതിനകത്ത് കൊള്ളില്ല. പക്ഷെ ഒരു സ്പോർട്ടി ഫീലും കൂടി ഈ വാഹനം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും യൂസ് ചെയ്യാൻ പറ്റിയ വാഹനം. പിന്നെ വേറെ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത് സ്റ്റിക്കറിൻ്റെ ഇത് തന്നെയാണ്. സ്റ്റിക്കറിൻ്റെ ഇത് ഈ ഒരു വാഹനത്തിന് കൊടുക്കുന്നത് സ്ട്രീറ്റ് റാലി എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് ആ ഒരു സ്ട്രീറ്റ് റാലി എന്നുള്ള ഒരു സ്റ്റിക്കറിങ് വന്നിട്ടുണ്ട്. പിന്നെ 125 എന്നുള്ള ഒരു ബാഡ്ജിങ്ങും അതുപോലെ തന്നെ റേ ഇസിഡാർ എന്നുള്ള ഒരു ബാഡ്ജിങ്ങും വന്നിട്ടുണ്ട്. ബാക്കി ഈ രണ്ട് വാഹനം വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യാസം രണ്ടും തമ്മിലില്ല. പിന്നെ ആ ഒരു സീറ്റിൻ്റെ കുഷ്യൻ നല്ലൊരു കുഷ്യനിങ് ആണ്, നല്ലൊരു കംഫർട്ടാണ് ഈ വാഹനത്തിന് മറ്റൊരു വാഹനം പോലെ തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറെ എടുത്ത് പറയേണ്ട ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ വേരിയൻസ് ആണ്. കളർ വേരിയൻസ് വരുമ്പോൾ ZR, അതായത് ZR എന്നുള്ള ഒരു കളർ വേരിയൻസിന് എന്തൊക്കെയാണ് ടോട്ടൽ 5 കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അതിലൊന്ന് സിയാൻ ബ്ലൂ അല്ലെങ്കിൽ മെറ്റാലിക് ബ്ലാക്ക്. ഈ 2 കളേഴ്സിന് ഡ്രം വേർഷനുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക് വേർഷനും വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ വച്ചിട്ടുള്ളത് ഡാർക്ക് മാറ്റ് ബ്ലൂ എന്നുള്ളൊരു കളർ. പിന്നെ അതുപോലെ തന്നെ ആ കാണുന്ന ഇതിൽ അടുത്ത കളർ എന്ന് പറയുന്നത് ഈ ഒരു കളറാണ്, അതായത് റെഡിഷ് യെല്ലോ കോക്ടെയിൽ എന്നുള്ള ഈ കളർ. ഇത് രണ്ടും 125 ZR എന്നുള്ള വേരിയൻറ്റിൽ വന്ന കളേഴ്സാണ്. ഇതിൽ ഈ വാഹനത്തിന് വന്നിട്ടുള്ള ഡിസ്ക് ബ്രേക്ക് മാത്രമാണ്, ഡ്രമ്മില്ല. പിന്നെ അതുപോലെ ഇതും അതുപോലെ തന്നെ ഡിസ്ക്കാണ് വരുന്നത്, ഡ്രമ്മിൻ്റെ ഇതല്ല. പിന്നെ വേറെ ഇതെന്ന് പറഞ്ഞാൽ കളേഴ്സ് ഉള്ളത് മാറ്റ് റെഡ് മെറ്റാലിക് എന്നുള്ളൊരു കളറുണ്ട്. അതായത് 125 ZR മാറ്റ് റെഡ് മെറ്റാലിക് എന്നുള്ള കളറുണ്ട്. അതായത് ഈ കാണിച്ചിട്ടുള്ള കളറാണ്, ഈ ഒരു കളറാണത്. ഇതാണ് മാറ്റ് റെഡ് മെറ്റാലിക് എന്നുള്ള ഒരു കളർ. പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ട്രീറ്റ് റാലിയുടെ കളർ വേരിയൻ്റ് ആണ്. അതും 2 കളർ വേരിയൻ്റ് ആണ് വന്നിട്ടുള്ളത്. ഒന്ന് ഇതാണ് സ്ട്രീറ്റ് റാലിക്ക് ഒരു കളർ ഇതാണ്, അതായത് ആ കളറിന് പേര് കൊടുത്തിരിക്കുന്നത് പർപ്പിളിഷ് ബ്ലൂ മെറ്റാലിക് എന്നാണ്. പിന്നെ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബ്രോഷറിൽ ഫ്രണ്ടിൽ കാണുന്ന കളർ, ഈ ഒരു കളറാണ് സ്ട്രീറ്റ് റാലിയുടെ അടുത്ത കളർ. അതിൻ്റെ പേര് വന്നത് സ്പാർക്കിൾ ഗ്രീൻ എന്നാണ്. അപ്പോൾ ഈ ഒരു സ്പോർട്ടി ഫീലിംഗ് ഉള്ള വാഹനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഇതൊരു നല്ലൊരു വാഹനമായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ അത്യാവശ്യം ഏജ് ഉള്ളവർക്കായാലും ശരി, അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളവർക്കും ഈ ഒരു കളർ നല്ല മാച്ചിങ് ആയിട്ട് വരും. നല്ലൊരു കംഫർട്ടാണ് BS6 വന്നപ്പോൾ മറ്റേ BS4-നേക്കാളും നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈലേജും പവറുമാണ്. BS6 വന്നപ്പോൾ ഏതാണ്ട് 16% മൈലേജ് കൂടിയിട്ടുണ്ട് വാഹനത്തിന്, അതുപോലെ 30% പവറും കൂടിയിട്ടുണ്ട്. അതും ഈ ഫാസിനോട് അതേ ടൈപ്പ് എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്. പിന്നെ നേരത്തെ ഇറങ്ങിയ സമയത്ത് അതായത് BS4 വെർഷൻ 110 അല്ലെങ്കിൽ 113 cc വാഹനമായിരുന്നു. ഇപ്പോൾ അത് ഇറങ്ങിയത് എല്ലാം 125 cc ആണ്. ആ ഒരു ചേഞ്ചാണ് BS6-ന് പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു കളർ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, നമുക്കിപ്പോൾ ഈ വാഹനത്തിൻ്റെ കളർ വേരിയൻറ്റിനൊക്കെ കുറിച്ച് സംസാരിക്കാം. 2 ടൈപ്പ് വേരിയൻ്റ് ആയിട്ടാണ് വന്നത്. ഒന്ന് ഡ്രമ്മും പിന്നെ അതുപോലെ ഡിസ്ക്കുമാണ്. ഇതിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാൻ ബ്ലൂ എന്നുള്ള കളർ, കളറും പിന്നെ അതുപോലെ മെറ്റാലിക് ബ്ലാക്ക്, ഈ 2 കളർ മാത്രം വരുന്ന ഇതാണെന്ന് വെച്ചാൽ ഡിസ്ക് ബ്രേക്കിൻ്റെ ഇതുമുണ്ട്, ഡ്രം ബ്രേക്കിൻ്റെ മറ്റുണ്ട്. അതിൽ വേറൊരു വ്യത്യാസമുണ്ട്. ഡ്രം ബ്രേക്കിന് ഇതാക്കുമ്പോൾ ഡിജിറ്റൽ, അതായത് മീറ്റർ കൺസോൾ വന്നത് അനലോഗാണ്. പിന്നെ ഡിസ്കിൻ്റെ വരുമ്പോൾ ഡിജിറ്റലാവും. പിന്നെ ബാക്കി എല്ലാ കളേഴ്സും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്, അതായത് ഡ്രമ്മിൻ്റെ ഇത് ഉണ്ടാവില്ല. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഇത്, ഈ വാഹനത്തിൻ്റെ പേര് ഇത് പറയുന്നത് റെഡിഷ് യെല്ലോ കോക്ടെയിൽ എന്നാണ് ഈ കളർ കമ്പനി അവകാശപ്പെടുന്ന കളർ. ഈ ഒരു യെല്ലോ പാർട്ട് റെഡിഷ് യെല്ലോ കോക്ടെയിൽ എന്നാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന കളർ എന്ന് പറഞ്ഞാൽ ഡാർക്ക് മാറ്റ് ബ്ലൂ എന്നുള്ള വേരിയൻ്റാണ്, ആ ഒരു കളറാണ്. ഇത് രണ്ടും 125 cc റേ ZR ആണ്. അതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്ത വേരിയൻറ്റ്
അത് അടുത്ത വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ചും കൂടി സ്പോർട്ടി അല്ലെങ്കിൽ അഗ്രസീവ് ലുക്ക് തോന്നിക്കുന്ന ഒരു വേരിയൻ്റാണ് ഇനി വരുന്നത്. അത് കാണിച്ചു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ഒരു സ്പോർട്ടി ലുക്ക് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യണം, അതൊരു അഗ്രസീവ് ലുക്കായിട്ട് തോന്നുന്ന വാഹനം. അതായത് ഈ ഒരു മോഡൽ ടൈപ്പ് വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ മറ്റേ സാധാരണ ടൈപ്പ് മോഡൽ വരുമ്പോൾ ഈ ഒരു ഹാൻഡിൽ കാർഡ് ഉണ്ടാവില്ല, ഹാൻഡിൽ കാർഡ് ഇല്ല. അതുപോലെ തന്നെ ആ ഒരു സ്പോർട്ടി ലുക്ക് ഇത്രയും കൂടുതലായിട്ടും ഇതിനാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ കാർഡ് ഇതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ടയറിൻ്റെ വ്യത്യാസം, ഒരു സ്പോർട്ടി ലുക്കിൻ്റെ ആ ഒരു ഇത് വരുമ്പോൾ ഈ വേർഷൻ, അതായത് ഇതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് സ്ട്രീറ്റ് റാലി എന്നാണ്. ഈ സ്ട്രീറ്റ് റാലി എന്നുള്ള ഒരു പേരിൻ്റെ ഇതിനകത്ത് ആ ഒരു സ്പോർട്ടി ഫീലിംഗ് കൂടുതലുള്ളതാണ്. ഈ ഒരു ഹാൻഡിൽ ഗാർഡും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടയർ, ഈ ഒരു ടയറിൻ്റെ ഇത് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കൂടുതലുള്ള ടൈപ്പുള്ള ടയറാണ്. ആ ഒരു ടയറിൻ്റെ സാധാരണ ടൈപ്പ് അല്ല, അതായത് സ്റ്റെബിലിറ്റി കൂട്ടാണ്. ഇപ്പോൾ നമ്മൾ കോർണറിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല സ്റ്റെബിലിറ്റി കൂട്ടും ഈ ഒരു ടയറിന്. ഇത് സ്ട്രീറ്റ് റാലി എന്നുള്ള ആ ഒരു വേരിയൻറ്റിൽ മാത്രമാണ് ഈ ടൈപ്പ് ടയർ. പിന്നെ ഇപ്പുറത്ത് വരുന്ന സമയത്ത് നമ്മുടെ സാധാരണ ടൈപ്പ് ടയർ, ഈ ഒരു ടയറിൻ്റെ ഇതും സാധാ ഇതാണ് വരുന്നത്. ഇത് നമ്മുടെ സ്ട്രീറ്റ് റാലി അല്ല, പകരം 125 ZR എന്നുള്ള ഒരു വേർഷനാണ്. ആ വേർഷനിൽ ഈ ഒരു ടയറാണ്. അതിന് ഹാൻഡിലിൻ്റെ ഗാർഡ് ഉണ്ടാവില്ല. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫീച്ചറും കാര്യങ്ങളും ഇതായിട്ട് വരാം. രണ്ടിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ പറ്റി സംസാരിക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് മെറ്റാലിക് ബ്ലാക്ക് എന്നുള്ള ആ ഒരു വേരിയൻറ്റ്, ആ ഒരു കളർ. ഈ ബ്ലാക്ക് ഫിനിഷോട് കൂടിയ ഇതാണ് മെറ്റാലിക് ബ്ലാക്ക് എന്നുള്ളത് കമ്പനി അവകാശപ്പെടുന്ന കളർ. ഇതിന് 2 വേരിയൻറ്റ് ഉണ്ട്, അതായത് ഡ്രമ്മും ഉണ്ട് ഡിസ്കും ഉണ്ട്. ഇപ്പോൾ ഈ വാഹനത്തിന് വന്നിട്ടുള്ളത് ആ ഒരു LED ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വൈ ഷേപ്പിൽ നല്ലൊരു LED ഫിനിഷോട് കൂടിയാണ് വന്നിട്ടുള്ളത്. ഒരു കാര്യം എടുത്തു പറയാണ്ട്, ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു ലൈറ്റിൻ്റെ ഇത് മാത്രമാണ് LED ഉള്ളത്. ഇതിൻ്റെ പ്രധാന ലൈറ്റ്, അതായത് ഹെഡ് ലൈറ്റ് വരുന്നത് ഹാലോജൻ ബൾബാണ്, LED അല്ല. പിന്നെ അടുത്ത ഇത് കാണിക്കാനുള്ളത്, ഇതിപ്പോൾ ഒരു ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് ഈ വാഹനത്തിന് വന്നത്. അതിൽ തന്നെ അത് കിലോമീറ്റേഴ്സിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ RPMൻ്റെ ആ ഇതൊക്കെ ഓഡോമീറ്ററിൻ്റെ ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ താഴത്തേക്ക് ഇതായിട്ട് വരുമ്പോൾ ഈ വാഹനത്തിനൊരു മാറ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു ആക്സസറീസിൽ പെടുന്ന ഒരു സാധനമാണ്. മാറ്റ് വന്നിട്ടുണ്ട്, മാറ്റ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു ഡെലിവറിക്കുള്ള വാഹനമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മാറ്റ് ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു റീസൺ വാഹനത്തിനുള്ള ഫീച്ചർ എന്നുള്ളതാണ്. അടുത്തൊരു ഫീച്ചർ എന്നുള്ളത് ഈ വാഹനത്തിന് പറയാനുള്ളത്, അതായത് സ്റ്റാൻഡിൻ്റെ കാര്യമാണ്. ഞാൻ നേരത്തെ ഫാസിനോട് ഇത് പറഞ്ഞ പോലെ തന്നെ ഈ വാഹനം അതുപോലെ തന്നെ സ്റ്റാൻഡ് ഇട്ട് നമ്മൾ അറിയാണ്ട് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഇത് വണ്ടി സ്റ്റാർട്ടാവില്ല. അതിനുള്ള ഓപ്ഷൻ ഇത് കാണിക്കും. സ്റ്റാൻഡ് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ സ്റ്റാർട്ടാവുള്ളൂ. അതുപോലെ തന്നെ വേറൊരു ഫ്യൂവൽ എഫിഷ്യൻസി, അല്ല ഒരു FI എഞ്ചിനായപ്പോൾ BS6 വന്നപ്പോൾ നമ്മുടെ ഫ്യൂവൽ എഫിഷ്യൻസി ആണെങ്കിൽ ഫ്യൂവൽ എക്കണോമി ആ ഒരു ഇത് ലാഭിക്കാൻ വേണ്ടിയിട്ട് FI വെർഷൻ വന്നപ്പോൾ BS6 നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവുകയായിരിക്കും. ആ ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഇപ്പോൾ സിഗ്നലിലൊക്കെയാണ്. ആ സമയത്ത് നമ്മൾ എഞ്ചിൻ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. കുറച്ചു നേരം കഴിയുമ്പോൾ വാഹനം തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. ഇതിന് ആ ഒരു ഫീച്ചർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്റ്റാൻഡ് ഇടുന്ന ടൈപ്പുള്ള ഫീച്ചർ തന്നെയാണ് ഇതിനും വരുന്നത്. അതായത് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് സ്വിച്ച് എന്നാണ് ഇതിന് വരുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡ് സൈഡിൽ വന്നാലും ഈ ഒരു എഞ്ചിൻ ഓഫ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ സിഗ്നലുള്ള സമയത്ത് തന്നെ എഞ്ചിൻ ഓഫാകും. പിന്നെ നമ്മൾ ആ ഒരു ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ച്, ഈ ഒരു ബട്ടൺ ഉണ്ട് ഇതിനകത്ത്. ഈ ഒരു ബട്ടൺ ഓൺ ഓഫിൻ്റെ സ്വിച്ചാണ്. ഈ ഓൺ സ്വിച്ച് എപ്പോഴും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആക്സിലേറ്റർ തിരിച്ചാൽ മാത്രം മതി, വണ്ടി സ്റ്റാർട്ടായിക്കോളും. അതൊരു BS6 വന്നപ്പോൾ ഒരു പുതിയൊരു ഫീച്ചറാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഡയമെൻഷൻ, അതിനെക്കുറിച്ചൊക്കെ പറയാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അതുപോലെ ഡയമെൻഷൻസ്, ടയർ, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിനി പറയുന്നത്. ഇതിൻ്റെ നേരത്തെ ഡിസൈൻ, അതായത് BS4 വന്ന ആ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ആണ് ഈ കാണുന്നത്. ഇനി BS6 വന്നപ്പോൾ ZR എന്നുള്ള ആ ഒരു വേരിയൻ്റിൻ്റെ ഡിസൈനാണ് കുറച്ചും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്.
ഇനിയിപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെയാണ്. ഈ വാഹനം എയർ കൂൾഡ് 4 സ്ട്രോക്ക് 2 വാൽവ് എഞ്ചിനാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പവറാണ്. ഈ വാഹനത്തിന് നേരത്തേലും 30% പവർ കൂട്ടിയിട്ടുണ്ട് കമ്പനി. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8.2 PS-ൽ 6500 RPM ആണ്. പിന്നെ ഇതിൽ ടോർക്ക് വരുന്നത് 9 Nm ടോർക്ക്, 7 Nm ടോർക്കും അതിലും 5000 RPM ആണ് വരുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് സിസ്റ്റം എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സിഗ്നലിൽ വരുമ്പോൾ തന്നെ ഓഫ് ആവുന്ന ഒരു സിസ്റ്റത്തിനാണ് സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് സിസ്റ്റം എന്നുള്ളത് കമ്പനി അവകാശപ്പെടുന്നത്. അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ, അങ്ങനെ ഒരു സിസ്റ്റം അതിനകത്ത് വരുന്നുണ്ട്. അത് SMG സിസ്റ്റം എന്ന് പറയും. നെക്സ്റ്റ് വന്നത് BS4 എന്നുള്ള സമയത്ത് കാർബറേറ്റർ എഞ്ചിനാണ്. ഇപ്പോൾ BS6 വന്നപ്പോൾ ഫ്യൂവൽ ഇഞ്ചക്ഷനാണ്, അതായത് FI എന്നുള്ള ഒരു ഫിനിഷോട് കൂടിയാണ് ആ ഒരു ഡിസൈൻ ഇതൊക്കെ വന്നിട്ടുള്ളത്. ഇനി എടുത്ത് പറയാനുള്ളത് ഇലക്ട്രിക് സ്റ്റാർട്ടർ അതുപോലെ കിക്ക് സ്റ്റാർട്ടറാണ്. ഈ ഭാഗത്തിന് കിക്ക് സ്റ്റാർട്ടും ഉണ്ട്, അതുപോലെ ഇലക്ട്രിക് സ്റ്റാർട്ടും ഉണ്ട്, സെൽഫ് സ്റ്റാർട്ടും വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വന്നത് ഇതിൻ്റെ ബാറ്ററി ഇതാണ്. ബാറ്ററി വരുന്നത് 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട്, സോക്കറ്റ് വന്നിട്ട്. പിന്നെ ഇഗ്നിഷൻ സിസ്റ്റം എന്നുള്ളത് ട്രാൻസിസ്റ്റർ കൺട്രോൾ ഇഗ്നിഷൻ, അതായത് TCI എന്നുള്ള ഒരു സിസ്റ്റമാണ് വരുന്നത്. ട്രാൻസ്മിഷൻ ടൈപ്പ് V ബെൽറ്റ് ഓട്ടോമാറ്റിക് ആണ്. പിന്നെ അടുത്തത് ചേസിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സസ്പെൻഷൻ തുടങ്ങാം. സസ്പെൻഷൻ ഫ്രണ്ടിൽ വരുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ വരുന്നത് യൂണിറ്റ് സ്വിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അടുത്തത് ടയർ സൈസാണ്. ടയർ സൈസിൽ വരുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ട്യൂബ്ലെസ് ആണ് വാഹനം. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ 12 ഇഞ്ചസിൻ്റെ ടയറാണ് ഫ്രണ്ടിൽ വരുന്നത്. അതിപ്പോൾ ഈ ഒരു ZR എന്നുള്ള ഒരു വേരിയൻ്റ് ആയാലും ശരി, അതുപോലെ തന്നെ സ്ട്രീറ്റ് റാലി എന്നുള്ള മറ്റേ വേരിയൻ്റ് ആയാലും ടോപ്പ് വേരിയൻറ്റിനായാലും ശരി ഒരേ ഒരു ലെങ്ത്താണ് വരുന്നത്. അതായത് ഫ്രണ്ടിൽ വരുന്നത് 1990/12 ട്യൂബ്ലെസ്. ബാക്കിൽ വരുമ്പോൾ എല്ലാ വാഹനത്തിനും എല്ലാ വേരിയൻറ്റിനും ബാക്കിൽ വരുന്നത് ഇതൊരു 110 അല്ലെങ്കിൽ 110/90 10 ഇഞ്ചിൻ്റെ ടയറാണ്. അത് ഡ്രം ബ്രേക്കാണ്. ബാക്കിൽ ഡ്രമ്മും ഫ്രണ്ടിൽ ഡിസ്കും വന്നിട്ടുണ്ട്, അതുപോലെ ഡ്രമ്മും വന്നിട്ടുണ്ട്. അങ്ങനെ 2 വേരിയൻറ്റാണ് ഉള്ളത്. പിന്നെ അടുത്തത് പറയാനുള്ളത് ഹെഡ്ലൈറ്റിൻ്റെത്. ഹെഡ്ലൈറ്റ് വരുമ്പോൾ 12 വോൾട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു 35/35 വോൾട്ടിൻ്റെ ആ ഒരു ഹെഡ്ലൈറ്റാണ് ഇത് വരുന്നത്. ഹാലോജൻ ബൾബാണ്, അല്ലാണ്ട് LED അല്ല. പിന്നെ ബ്രേക്ക് ലൈറ്റും ടെയിൽ ലൈറ്റും എല്ലാം ഈ വാഹനത്തിൻ്റെ ഹാലോജൻ ടൈപ്പാണ്, LED അല്ല. പിന്നെ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ പൊസിഷൻ ലൈറ്റ്. അതാണ് BS6 വന്നപ്പോൾ അടുത്തൊരു ഫീച്ചർ എന്നുള്ള ഇതിൽ വന്നിട്ടുള്ളത്. അതാണ് ഈ കാണുന്ന ഒരു Y ഷേപ്പിലുള്ള ഈ ഒരു LED മാർക്കാണ് പൊസിഷൻ ലൈറ്റ് എന്നുള്ള കമ്പനി അവകാശപ്പെടുന്നത്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ ഒരു ഇത് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ അല്ലെങ്കിൽ കട്ട് ഓഫ് സ്വിച്ച് എന്നുള്ള ഒരു ഫീച്ചർ. ആ സിഗ്നലിൽ വെച്ച് ഞാൻ വണ്ടി തന്നെ ഓഫ് ആവും എന്നുള്ള കാര്യം പറഞ്ഞു. ആ ഒരു ഫീച്ചറിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഡയമെൻഷൻസ് വരുമ്പോൾ ഈ വാഹനത്തിന് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്നുള്ളത് 5.2 ലിറ്റേഴ്സ് ആണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അത് നമ്മുടെ ഫാസിനോണും സെയിം ആ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ്. അടുത്തതിൻ്റെ ലെങ്ത്തും ഇതൊക്കെയാണ്. ലെങ്ത്ത് വരുന്നത് 1880 mm, വിഡ്ത്ത് വരുന്നത് 685 mm, പിന്നെ ഓവറോൾ ഹൈറ്റ് എന്നുള്ളത് 1190 mm ആണ് ഓവറോൾ ഹൈറ്റ് വരുന്നത്. പിന്നെ വേറെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 785 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ വീൽ ബേസ് 1280 mm ആണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ്, അത് ഏത് വാഹനമായാലും ശരി, അതായത് ഇപ്പോൾ സ്ട്രീറ്റ് റാലി എന്നുള്ളതായാലും ശരി, ZR എന്നുള്ള വേരിയൻ്റ് ആയാലും ഗ്രൗണ്ട് ക്ലിയറൻസ് 145 mm ആണ് വരുന്നത്. പിന്നെ ടോട്ടൽ കർവ് വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വെയിറ്റ് വരുന്നത്, അതായത് വിത്ത് ഓയിൽ ആൻഡ് ഫ്യൂവൽ ടാങ്ക്. അതായത് ഫ്യൂവൽ ടാങ്ക് എന്നുള്ളത് ആ കപ്പാസിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു 5.2 ലിറ്റർ എഞ്ചിനാണ്, ആ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റിയാണ്. അത് ഫുൾ ആ ഒരു ടാങ്ക് ഫുള്ളായാലും വിത്ത് ഓയിൽ ആ ഒരു ഇത് വരുമ്പോഴാണ് 99 കിലോഗ്രാമാണ് ടോട്ടൽ വെയിറ്റ് ഈ വാഹനത്തിനുള്ളത്. അത്ര വെയിറ്റ് ഉള്ളത് കാരണം കൊണ്ടാണ് ഇതിന് നല്ല മൈലേജ് ഇപ്പോൾ കമ്പനി വന്നിട്ടുണ്ട്. നേരത്തെ 16% മൈലേജ് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഏതാണ്ട് ഒരു 55, 53, 55 ആ ഒരു വേരിയൻറ്റ് ആ ഒരു ഇതിൽ മൈലേജ് ഈ വാഹനത്തിന് ലഭിക്കും എന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ അടുത്ത അണ്ടർ സീറ്റ് സ്റ്റോറേജ് എന്നുള്ള ഫീച്ചറാണ്. എന്ന് പറഞ്ഞാൽ 21 ലിറ്ററാണ് സീറ്റ് കപ്പാസിറ്റി ഈ വാഹനത്തിനുള്ളത്. അതിപ്പോൾ റാലിയുടെ ഇത് വന്ന സ്ട്രീറ്റ് റാലിക്കായാലും ശരി, ZR-നും ശരി, ഈ ഒരു സെയിം ഫീച്ചറാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിൻ്റെ വരുന്നത്
ഇതിൻ്റെ ആക്സസറീസ് ഒക്കെയാണ്. ആക്സസറി പാർട്ട് വരുമ്പോൾ കമ്പനി കൊടുത്തിട്ടുള്ളത് ഒരു വാഹനത്തിൽ ഒരു ഗാർഡ് വന്നിട്ടുണ്ട്, ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു ഗാർഡ് ഒരു ആക്സസറി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ആക്സസറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോർ മാറ്റ് വരും. പിന്നെ അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഫുഡ് റെസ്റ്റ് എന്നുള്ള ഇത് വരുന്നത് അത് വേറൊരു ആക്സസറിയാണ്. അങ്ങനെ കുറച്ച് പിന്നെ സീറ്റ് കവർ, ഒരു മെഷ് കവേർഡ് ആയിട്ടുള്ള സീറ്റ് കവർ ഈ വാഹനത്തിന് ആക്സസറി എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് BS6 വേർഷൻ വരുമ്പോൾ 1 ഇത് വന്നത്, അതായത് 125 FI എൻജിൻ ഉള്ള ഒരു സുസുക്കിയുടെ പോലെ തന്നെ വരുന്ന യമഹയുടെ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ആ യമഹ സ്കൂട്ടർ എന്നുള്ള ഇപ്പം സുസുക്കി ആക്സസ് ആ ഒരു വാഹനം എടുത്ത് നോക്കിയാൽ ശരി ഇതുപോലെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു വേരിയൻറ്റ്, അതായത് സുസുക്കിയുടെ അത്ര വന്നില്ലെങ്കിൽ ആ ഒരു വേരിയൻറ്റിൽ 125 cc എന്നുള്ള ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ ആക്സസ് 125 എന്നുള്ള റേഞ്ചിൽ തന്നെ യമഹയുടെ ഈ റേ എന്നുള്ള ഒരു വാഹനം വന്നിട്ടുണ്ട്. അതായത് ZR വേരിയൻറ്റും അതുപോലെ തന്നെ സ്ട്രീറ്റ് റാലി എന്നുള്ള വേരിയൻറ്റും ഇപ്പോൾ 125 cc ആയാണ് ആ ഒരു സ്കൂട്ടറിൻ്റെ ശ്രേണി, അതായത് 125ലുള്ള ആക്സസ് 125 അതുപോലെ തന്നെ ഫാസിനോ അങ്ങനെ എല്ലാത്തിനെയും കമ്പയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു വാഹനമാണ്. പിന്നെ അടുത്ത് ഈ വാഹനത്തെ കൊണ്ട് പറയാനുള്ളത് ഇതിൻ്റെ പ്രൈസും അതുപോലെ തന്നെ എന്തൊക്കെയോ വേരിയൻറ്റിനുള്ള ഡിഫറൻസും കാര്യങ്ങളാണ്. പ്രൈസ് ഇതിന് ഡ്രമ്മിന് വേറെ വരും, 2 വേരിയൻറ്റാണ് ഡ്രമ്മിനുള്ള അതുപോലെ തന്നെ ഡിസ്കിനുള്ളത്. ആ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇതിനെക്കുറിച്ച് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി എന്തെങ്കിലും ഈ വാഹനത്തിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഇവിടെ എടപ്പള്ളിയുടെ അടുത്തുള്ള ഇന്റൽ യമഹ എന്നുള്ള ഒരു ഷോറൂമിൻ്റെ അകത്താണ്. അതായത് കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ മോഡേൺ ബ്രെഡിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വരും ഈ ഒരു ഷോറൂം. അപ്പോൾ ഈ ഒരു സംഗതി ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും ഞാൻ. അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ ഇവിടുന്ന് തരുന്നതാണ്, ആ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ഡീറ്റെയിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്, അതല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് BS6 എന്നുള്ള ഒരു വേരിയൻറ്റ് വന്നപ്പോൾ കമ്പനി നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ, അതുപോലെ തന്നെ എൻ്റെ ചാനലിൻ്റെ പേര് മൈ മെഷീൻസ് എന്നാണ്, ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക, കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത പുതിയൊരു വാഹനം BS6 തന്നെ അടുത്ത പുതിയൊരു വാഹനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം. അതുവരെയും നമസ്കാരം.